ഈ വർഷം വലിയ ഹിറ്റുകളായ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത്ര വലിയ ഹിറ്റൊന്നും ആയില്ലെങ്കിലും കുറച്ച് സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയ സിനിമകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ സിനിമ ഫോളോ ചെയ്യുന്ന നരേറ്റീവ് പാറ്റേൺ തന്നെ ഒരു കാസ്റ്റ് പൊളിറ്റിക്സ് സംസാരിച്ച് പോകുന്ന രീതിയിലാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ട് റൂട്ടീനായിട്ട് തോന്നിക്കുന്ന എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അംബാജിപേട്ട മാരേജ് ബാൻഡ് എന്ന സിനിമ പ്രധാനമായിട്ടും വർക്ക് ആവാനുള്ള കാരണം സിനിമയിൽ കൊണ്ടുവരുന്ന ഇമ്പാക്റ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെ മല്ലി, പത്മ ഈ രണ്ട് കഥാപാത്രങ്ങളെ സിനിമയിൽ ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെയാണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സിലായിട്ട് സിനിമ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും സിനിമയുടെ സീരിയസ് നേച്ചറിന് പിന്നെയും ഒരു ഇമ്പോർട്ടൻസ് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഈ സിനിമ കാണാൻ അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തീരെ ഇംപ്രസ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ സജഷനിൽ തിയേറ്ററിൽ പോയിട്ട് കണ്ടൊരു സിനിമയാണ് പെരുമാനി. മജു വളരെ സിമ്പിളായൊരു പ്രിമൈസിലാണ് ഈ സിനിമയെ സെറ്റ് ചെയ്യുള്ളത്. പക്ഷെ തുടക്കത്തിൽ തന്നെ ഈ സിനിമ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരത്തക്കൊരു എലമെൻ്റൊക്കെ പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് കുറച്ചൊക്കെ ഒരു കൗതുകം തോന്നി. എന്നാൽ പിന്നീട് അങ്ങോട്ട് അത്യാവശ്യം ചിരിക്കാനുള്ള രീതിയിലൊക്കെയാണ് ഈ സിനിമയെ കൊണ്ടുപോയിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് വിനയ് ഫോർട്ടിൻ്റെ ഹ്യൂമർ നിറഞ്ഞ പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ടും മാറുന്നതും. ഒരുപക്ഷെ ഒരു സിനിമ എടുക്കാൻ വേണ്ടി പുതിയ കുറച്ച് ടെക്നീഷ്യൻസ് 6 വർഷം സ്ട്രഗിൾ ചെയ്തെടുത്തൊരു സിനിമ ആയത് കാരണം അതിൻ്റെ റെസ്പെക്ട് ഞാൻ കൊടുക്കുന്നൊരു സിനിമയാണ് വിദ്യാധർ കാക്കത്തിയുടെ ഗാമി. അത്യാവശ്യം നല്ലൊരു യൂണീക്ക് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ സിനിമയെ എടുത്തു വെച്ചുള്ളത്. പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ഒരു ഡിസീസിൻ്റെ ആനിഡോട്ട് കണ്ടുപിടിക്കാൻ ഇറങ്ങുന്നൊരു ജേണിയാണ് ഈ സിനിമ മൊത്തത്തിൽ. ചില ഷോട്ടുകളൊക്കെ കാണുമ്പോൾ ഫണ്ടില്ല ടൈമിൽ എടുത്തതിൻ്റെ കാരണത്താൽ അതിൻ്റെ കുറച്ച് പോരായ്മകൾ ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ഞാൻ അങ്ങനെ ബ്ലെയിം ചെയ്യില്ല. കാരണം അവരുടെ ഉള്ള ബഡ്ജറ്റ് വെച്ച് ഇങ്ങനൊരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയൊരു സിനിമയായ കാരണം ഈ വർഷത്തെ ഒരു സർപ്രൈസ് തന്നെയായിരുന്നു ഗാമി. ജിയോവാമി മുതലേ ഞാൻ നോട്ട് ചെയ്തൊരു സിനിമയായിരുന്നു ആനന്ദ് ഏകർച്ചിയുടെ ആട്ടം. ഈ വർഷത്തെ ആദ്യ തിയേറ്റർ വാച്ചും ഈ സിനിമ തന്നെ ആയിരുന്നു. സിനിമയിൽ വന്ന ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്തതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ടൈമായിട്ട് കാണുന്ന ആർട്ടിസ്റ്റുകൾ കൂടുതലും ഉള്ള സിനിമയാണെങ്കിലും പെർഫോമൻസ് കാണുമ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഫീൽഡിൽ ഉള്ളവരാണ് എന്ന രീതിയിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളാണെന്ന് പലരുടെയും ആക്ട് കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നിയിരുന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസൊക്കെ കണ്ടിട്ട്. ഈ സിനിമയുടെ ഹോൾ സെറ്റിങ്ങും അതിൻ്റെ ലീഡ് എങ്ങോട്ട് പോകുന്നു എന്നതൊക്കെ നല്ല കൺവിൻസിങ് ആയിരുന്നു. അത്യാവശ്യം നല്ല നീറ്റായിട്ട് എടുത്തൊരു സിനിമ തന്നെയാണ് ആട്ടം. കുറച്ച് ഹിന്ദി സിനിമകളിലൂടെ എനിക്ക് പരിചയമുള്ളൊരു ആർട്ടിസ്റ്റാണ് കുണാൽ ഖേമു. അങ്ങനെ കുണാൽ ഖേമു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്തൊരു സിനിമയാണ് മദ്ഗോൺ എക്സ്പ്രസ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം റീയൂണൈറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഗോവ ട്രിപ്പാണ് ഈ സിനിമയുടെ പ്രധാന കഥ നടക്കുന്ന സാഹചര്യം. പ്രദീപ് ഗാന്ധിയുടെ അന്യായ സ്കോറിങ്ങും ഛായാഖതം എസ് കഞ്ചൻ കൊംഡി ആണ് ഈ സിനിമയുടെ പ്രധാന ഹൈലൈറ്റ്. അത്യാവശ്യം ചിരിക്കാനുള്ള മൊമെൻസുകളുണ്ട്. ഒരു രസത്തിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയായിരുന്നു മദ്ഗോൺ എക്സ്പ്രസ്. ഇങ്ങനത്തെ ടൈപ്പ് സിനിമകൾ നിങ്ങൾ ഈ വർഷം കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.